സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക, ദീർഘകാലമായി കർഷകർ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി കേരള കർഷക സംഘം മാർച്ചും ധർണയും നടത്തി. എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. കർഷക സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് CPIM ജില്ലാ സെക്രട്ടറി AB റസൽ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം R നരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PN ബിനു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജിൻ വട്ടപ്പള്ളി, ഷമീം അഹമ്മദ് എന്നിവർ മാർച്ചിന് അഭിവാദ്യം അർപ്പിച്ചു. അതുപോലെ വനമേഖലയിൽ കുടിൽമുട്ട് പോലും തൊടാൻ പാടില്ല എന്ന് പറയുന്നതും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ വൈരുദ്ധ്യപൂർണമായ സമീപനങ്ങളുണ്ട് ഒരു ഗൗരവമായ വിഷയം. അതിനെ അതിൻ്റെതായ അർത്ഥത്തിലും പ്രാധാന്യത്തിലുമാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യേണ്ടത്. സാറിവിടെ സൂചിപ്പിച്ചു, സംസ്ഥാന ഗവൺമെന്റിന് ഒരുപാട് പരിധികളുണ്ട്. രാജ്യത്തെ വന്യജീവി സംരക്ഷണവും വനസംരക്ഷണവുമെല്ലാം ഏതാണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. ആ നിയമത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ ചട്ടക്കൂറിൽ ഉള്ളിൽ നിന്നുകൊണ്ട് കുറച്ച് ക്രമീകരണങ്ങൾ വരുത്താൻ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കഴിയുന്നത്. കേന്ദ്ര ഗവൺമെന്റാണ് ഈ പ്രശ്നത്തെ മാറി മാറി വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിച്ച് വലുതായി സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെ ജനപക്ഷത്തു നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ഭേദഗതികൾ, നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. മുൻകാലിൽ നിന്ന് വ്യത്യസ്തമായി കാട്ടിൽ നിന്നും വനങ്ങളിൽ നിന്നും മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ എണ്ണം കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? ആവാസ വ്യവസ്ഥയ്ക്കുണ്ടായിട്ടുള്ള മാറ്റം, ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.